ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ നോക്കിയത് 12ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ഈ ഭാഗത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കാം. ഓക്കെ, അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന പ്രോട്ടോസോവ വിഭാഗത്തിലെ പരാദങ്ങൾ മനുഷ്യൻ്റെ വൻകുടലിൽ കാണപ്പെടുന്നു. അപ്പോൾ അമീബ രോഗത്തിന് കാരണം എന്താണ്? പ്രോട്ടോസോവ രോഗമാണ്. അമീബ ഒരു പ്രോട്ടോസോവ രോഗമാണ്. അതിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? മനുഷ്യൻ്റെ വൻകുടലിൽ കാണപ്പെടുന്നു. മലബന്ധം, ഉദരവേദന, സന്ധിവേദന, കഫവും രക്തവും അടങ്ങിയ മലം എന്നിവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഈ പരാദങ്ങളെ രോഗാണുബാധിതനായ ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്നും ഭക്ഷണത്തിലേക്കോ ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കോ വ്യാപിപ്പിച്ച് അവയെ മലിനമാക്കുന്ന യാന്ത്രിക വാഹകരായി ഈച്ചകൾ വർത്തിക്കുന്നു. ഇത്തരം വിസർജ്യ വസ്തുക്കളാൽ മലിനമായ കുടിവെള്ളവും ഭക്ഷണവും രോഗാണുബാധയുടെ പ്രധാന ഉറവിടങ്ങളാണ്. ഓക്കെ, അപ്പോൾ അമീബിയാസിസ് ഒരു പ്രോട്ടോസോവ രോഗമാണ്. നമ്മൾ ഇന്നലെ ഒരു പ്രോട്ടോസോവ രോഗം പറഞ്ഞല്ലേ, ഏതാണ്? മലമ്പനി. അപ്പോൾ ഇത് മറ്റൊരു പ്രോട്ടോസോവ രോഗമാണ് അമീബിയാസിസ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന പ്രോട്ടോസോവയാണ് ഈ രോഗം പരത്തുന്നത്. മനുഷ്യൻ്റെ വൻകുടലിലാണ് ഈ ഒരു പരാദം കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സാധാരണ ഉരുണ്ട വിരയായ അസ്കാരിസ്, ഫൈലേറിയൽ വിരയായ വൂഖറേറിയ. ഓക്കെ, ഉരുണ്ട വിരയായ അസ്കാരിസ്, ഫൈലേറിയൽ വിരയായ വൂഖറേറിയ എന്നിവയാണ് മനുഷ്യരിലെ രോഗകാരികളായ ഹെൽമിന്തുകൾ. മനുഷ്യനിലെ രോഗകാരിയായിട്ടുള്ള ഹെൽമിന്തുകളാണ് അസ്കാരിസും വൂഖറേറിയയും. അസ്കാരിസ് എന്ന ഉരുണ്ട വിരശല്യം അഥവാ അസ്കാരിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നു. അപ്പോൾ അസ്കാരിയാസിസിന് കാരണമായ രോഗകാരിയാണ് അസ്കാരിസ്. ഓക്കെ, എളുപ്പമാണ്. അസ്കാരിസ് എന്ന ഉരുണ്ട വിരയാണ് അസ്കാരിയാസിസിന് കാരണം. ആന്തരിക രക്തസ്രാവം, പേശീവേദന, പനി, വിളർച്ച, കുടൽപ്പാളിയിലെ തടസ്സങ്ങൾ എന്നിവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. രോഗബാധിതനായ വ്യക്തിയുടെ മലത്തോടൊപ്പം ഈ പരാദങ്ങളുടെ മുട്ടകൾ വിസർജിക്കപ്പെടുന്നു. ഇവ മണ്ണ്, ജലം, സസ്യങ്ങൾ എന്നിവയെ മലിനമാക്കുന്നു. മലിനമാക്കപ്പെട്ട ജലം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിലൂടെ ആരോഗ്യവാനായ ഒരു വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നു. അപ്പോൾ അസ്കാരിയാസിസിന് കാരണം ആരാണ്? അസ്കാരിസ് എന്ന ഉരുണ്ട വിരയാണ് അസ്കാരിയാസിസിന് കാരണം. ഓക്കെ, ഇനി വൂഖറേറിയ ഇവിടെ ഇതിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. വൂഖറേറിയ ബാങ്ക്രോഫ്റ്റി, വൂഖറേറിയ മലായി എന്നീ ഫൈലേറിയൽ വിരകൾ വളരെ കാലം ആന്തരാവയവങ്ങൾക്കിടയിലുള്ള ലിംഫ് വാഹികളിൽ ജീവിക്കുകയും അവയ്ക്ക് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സാധനം? വൂഖറേറിയ ബാങ്ക്രോഫ്റ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. വൂഖറേറിയ ബാങ്ക്രോഫ്റ്റി, വൂഖറേറിയ മലായി എന്നീ ഫൈലേറിയൽ വിരകൾ ആന്തരാവയവങ്ങൾക്കിടയിലുള്ള ലിംഫ് വാഹികളിൽ ജീവിക്കുകയും അവയ്ക്ക് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. കാലുകളിലെ ലസികാനാളിയിലാണ് ഈ വീക്കം കാണപ്പെടുന്നത്. ഈ രോഗത്തിനെ മന്ത് എന്ന് വിളിക്കുന്നു. മന്തിൻ്റെ പേരുകളാണ് എലിഫന്റിയാസിസ് അഥവാ ഫൈലേറിയാസിസ്. അപ്പോൾ എന്താണ്, ആരാണ് പരത്തുന്നത്? വൂഖറേറിയ ബാങ്ക്രോഫ്റ്റി, വൂഖറേറിയ മലായി. ഇത് ലിംഫ് വാഹികളിലാണ് ഈ ഒരു വിരകൾ ജീവിക്കുന്നത്. ലസികാനാളിയിൽ വീക്കം കാണപ്പെടുന്നു. കാലുകളിൽ ലസികാനാളിയിൽ വീക്കം കാണപ്പെടുന്നു. ഈ രോഗമാണ് മന്ത്. ഈ രോഗം വൃഷണങ്ങളിലും മറ്റും ബാധിച്ച് അവയ്ക്ക് വലിയ വൈരൂപ്യം ഉണ്ടാക്കുന്നു. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് രോഗം പരത്തുന്നത്. ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് രോഗം പരത്തുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേ? വൂഖറേറിയ ബാങ്ക്രോഫ്റ്റി, വൂഖറേറിയ മലായി എന്ന ഫൈലേറിയൽ വിരകൾ പരത്തുന്ന ഒരു രോഗമാണ് മന്ത് രോഗം. ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ത് രോഗം പരത്തുന്നത്. കാലുകളിലെ ലസികാനാളിയിലാണ് ഈ വീക്കം കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മനുഷ്യനിൽ കാണപ്പെടുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് വട്ടച്ചൊറി. ഈ രോഗത്തിന് കാരണം മൈക്രോസ്പോറം ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. രോഗത്തിന് കാരണം എന്തൊക്കെയാണ്? മൈക്രോസ്പോറം
ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. മൈക്രോസ്പോറൻ, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്നീ ജനുസിൽപ്പെട്ട ഫംഗസുകളാണ്. അപ്പോൾ ഈ വട്ടച്ചൊറി എന്താണ്? ഒരു ഫംഗസ് രോഗമാണ് അല്ലേ? വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. അതിന് കാരണം മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്നീ ജനുസിൽപ്പെട്ട ഫംഗസുകളാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ത്വക്ക്, നഖം, തലയോട് എന്നിവിടങ്ങളിൽ ഉണങ്ങി വരണ്ട ശൽക്കങ്ങൾ കാണപ്പെടുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ഇവയ്ക്ക് ചുറ്റും തീവ്രമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ചൂടും ഈർപ്പവും ഫംഗസുകളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഇവ ത്വക്കിൻ്റെ മടക്കുകളിലും കാൽവിരലുകളിലും വിരലുകളുടെ ഇടയിലും വളരെ പെട്ടെന്ന് പെരുകുന്നു. രോഗാണുബാധിതരായ വ്യക്തികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്നതിലൂടെയോ ഈ ഫംഗസിൻ്റെ സാന്നിധ്യമുള്ള മണ്ണിൽ കൂടിയോ രോഗബാധ ഉണ്ടാകാം. അപ്പോൾ വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. അതിന് കാരണം മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്നീ ജനുസിൽപ്പെട്ട ഫംഗസുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം. ജലത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികളാണ് ടൈഫോയിഡ്, വയറിളക്കം, അസ്കാരിയാസിസ്. പിന്നെ വായുവിലൂടെ പകരുന്ന ന്യൂമോണിയ, ജലദോഷത്തിൻ്റെ എന്താണ്? റൈനോ വൈറസ് ആണ് ജലദോഷത്തിൻ്റേത്. വായുവിലൂടെ പകരുന്നതാണ് ന്യൂമോണിയ, ജലദോഷം. ജലത്തിലൂടെ പകരുന്നത് ടൈഫോയിഡ്, വയറിളക്കം, അസ്കാരിയാസിസ്. ഇനി ഷഡ്പദങ്ങളായ രോഗാണുവാഹകർ വഴി പകരുന്ന രോഗങ്ങളാണ് മലമ്പനി, മന്ത് ഷഡ്പദങ്ങളായ രോഗാണുവാഹകർ വഴി പകരുന്ന രോഗങ്ങളാണ്. പിന്നെ കൊതുകിൻ്റെ ലാർവയെ തിന്ന് നശിപ്പിക്കുന്ന ഗാംബൂസിയ. കൊതുകിൻ്റെ ലാർവയെ അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കിയും വീട്ടുപകരണങ്ങൾ പതിവായി വൃത്തിയാക്കിയും കൊതുക് വല ഉപയോഗിച്ചും കൊതുകിൻ്റെ ലാർവയെ തിന്ന് നശിപ്പിക്കുന്ന ഗാംബൂസിയ മത്സ്യങ്ങളെ കുളങ്ങളിൽ വളർത്തിയും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും കുഴികളിലും ചതുപ്പുനിലങ്ങളിലും കീടനാശിനികൾ തളിച്ചും ഇത് നമുക്ക് സാധ്യമാക്കാം. ഒരു പരിധിവരെ രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊതുകിൻ്റെ ലാർവയെ തിന്ന് നശിപ്പിക്കുന്ന മത്സ്യമാണ് ഗാംബൂസിയ. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് അസ്കാരിയാസിസ് പറഞ്ഞു, അമീബിയാസിസ് പറഞ്ഞു. അമീബിയാസിസ് ഒരു പ്രോട്ടോസോവ രോഗമാണ്. എൻഡോമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നതാണ് രോഗത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ. പിന്നെ അസ്കാരിയാസിസിൻ്റെ കാരണം അസ്കാരിസ് എന്ന വിരയാണ്. ബുഖറേറിയ വാൻക്രോഫ്റ്റി, ബുഖറേറിയ മലായി എന്താണ്? മന്ത് രോഗത്തിന് കാരണമായിട്ടുള്ള വിരകളാണ്. സാംക്രമിക രോഗമാണ് വട്ടച്ചൊറി. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്നീ ഫംഗസുകളാണ് ഈ രോഗത്തിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് രോഗപ്രതിരോധമാണ്. രോഗകാരികളായ ജീവികളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് രോഗപ്രതിരോധ ശേഷി. രോഗകാരികളായ ജീവികളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് രോഗപ്രതിരോധ ശേഷി. രോഗപ്രതിരോധ ശേഷി 2 തരത്തിലുണ്ട്. സ്വാഭാവിക പ്രതിരോധ ശേഷിയുമുണ്ട്, ആർജിത പ്രതിരോധ ശേഷിയുമുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. സ്വാഭാവിക പ്രതിരോധ ശേഷി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ജന്മനാ തന്നെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷിയാണ് സ്വാഭാവിക പ്രതിരോധശേഷി. ജന്മനാ തന്നെ നിലവിലുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അന്യവസ്തുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നുണ്ട്. സ്വാഭാവിക പ്രതിരോധത്തിൽ 4 തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൗതിക പ്രതിബന്ധങ്ങൾ, ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ, കോശകീയ പ്രതിബന്ധങ്ങൾ, ലാസ്റ്റ് സൈറ്റോകൈൻ പ്രതിബന്ധങ്ങൾ. ഓക്കെ, ഭൗതിക പ്രതിബന്ധത്തിൽ വരുന്നതാണ് ത്വക്കും ശ്ലേഷ്മപാളിയും. സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്ന പ്രധാന പ്രതിബന്ധമായിട്ട് ത്വക്ക് വർത്തിക്കുന്നു. കൂടാതെ ശ്വാസനാളം, ആമാശയ, കുടൽനാളം, മൂത്ര പ്രജനന പഥം എന്നിവ ആവരണം ചെയ്തിരിക്കുന്ന ആവരണകലയിലെ ശ്ലേഷ്മപാളിയും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സൂക്ഷ്മജീവികളെ കെണിയിൽപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ത്വക്ക്, ശ്ലേഷ്മപാളി എന്താണ്? ഭൗതിക പ്രതിബന്ധങ്ങളാണ്, ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് ത്വക്കും ശ്ലേഷ്മപാളി. ശ്ലേഷ്മപാളി എന്ന് വെച്ചാൽ മ്യൂക്കോസയാണ്, മ്യൂക്കോസ. അപ്പോൾ ഇത് നമുക്ക് ജന്മനാ തന്നെ കിട്ടിയിട്ടുള്ള പ്രതിരോധ ശേഷിയാണ്.
അടുത്തത് ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ. ഉമിനീർ, കണ്ണുനീർ, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഉമിനീർ, കണ്ണുനീർ, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഇതെന്താണ്? ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങളാണ്. ഇനി കോശകീയ പ്രതിബന്ധങ്ങൾ. ശ്വേതരക്താണുക്കളായ ന്യൂട്രോഫിലുകൾ, മോണോസൈറ്റുകൾ, രക്തത്തിലെ സ്വാഭാവിക കൊലയാളി കോശങ്ങൾ, കലകളിലെ മാക്രോഫേജുകൾ എന്നിവ സൂക്ഷ്മ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഈ ഒരു വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഫാഗോസൈറ്റോസിസ്. സൂക്ഷ്മ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ കോശകീയ പ്രതിബന്ധത്തിൽ വരുന്നത് ന്യൂട്രോഫിലുകൾ, മോണോസൈറ്റുകൾ, രക്തത്തിലെ സ്വാഭാവിക കൊലയാളി കോശങ്ങൾ, കലകളിലെ മാക്രോഫേജുകൾ എന്നിവ സൂക്ഷ്മ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അവർ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. അടുത്തത് സൈറ്റോകൈൻ പ്രതിബന്ധങ്ങളാണ്. വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന മാംസ്യങ്ങളായ ഇന്റർഫെറോണുകൾ. പിന്നീടുള്ള വൈറസ് അണുബാധയിൽ നിന്ന് വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന മാംസ്യങ്ങളായ ഇന്റർഫെറോൺ. അതെന്താണ്? ഒരു കോശത്തിന് വൈറസ് ബാധിച്ചു, അപ്പോൾ ആ ഒരു കോശം ഇന്റർഫെറോൺ പുറപ്പെടുവിക്കും. അപ്പോൾ ബാക്കിയുള്ള കോശങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു പാത്തോജൻ എത്തിയിട്ടുണ്ട്, ഒരെണ്ണത്തിന് വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു ഇന്റർഫെറോൺ പുറപ്പെടുവിക്കുന്നതിലൂടെ മനസ്സിലാവും. അങ്ങനെ അവർ ബാക്കിയുള്ള കോശങ്ങൾ തയ്യാറെടുത്തിരിക്കും അല്ലേ, ഇങ്ങനെയൊരു സംഭവം വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ തയ്യാറെടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്റർഫെറോൺ സഹായിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന മാംസ്യം പ്രോട്ടീനാണ് ഇന്റർഫെറോണുകൾ. പിന്നീടുള്ള വൈറസ് അണുബാധയിൽ നിന്ന് വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കുന്നു. ഓക്കെ, ഇനി ആർജിത പ്രതിരോധ ശേഷിയാണ്, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് ആർജിത പ്രതിരോധ ശേഷി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. രോഗകാരികൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന പ്രത്യേക രീതിയിലുള്ള പ്രതിരോധ ശേഷിയാണ് ആർജിത പ്രതിരോധ ശേഷി. രോഗകാരികളുടെ പ്രവർത്തനത്തെ ഓർമ്മിച്ച് വയ്ക്കാനുള്ള കഴിവാണ് ഇതിൻ്റെ പ്രത്യേകത. രോഗകാരികളുടെ പ്രവർത്തനത്തെ ഓർമ്മിച്ച് വയ്ക്കാനുള്ള കഴിവാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു രോഗകാരി നമ്മുടെ ശരീരത്തിൽ വരുന്നു. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗകാരി വരുന്നു. അപ്പോൾ ഇപ്പം വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് പണിയൊക്കെ തന്നിട്ട് പോയി. ഇതേ രോഗകാരി തന്നെ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു, ഒരു പണി തന്നു പോയി എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അറിയാം അല്ലേ. ഇനി വേറെ ഇതേ സാധനം തന്നെ പിന്നൊരിക്കൽ വന്നാൽ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മുടെ ശരീരം തയ്യാറെടുത്തിരിക്കും. അതാണ് പറയുന്നത്. ഇതേ രോഗകാരി തന്നെ പിന്നൊരിക്കൽ കയറി വരുമ്പോൾ നമ്മുടെ ശരീരം ഇത് അന്ന് വന്നവനാണ് അല്ലേ, അന്ന് വന്നവനാണ്, നമുക്ക് എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് അറിയാം. അത്രയേ ഉള്ളൂ. ഒരു രോഗകാരി മുമ്പ് വന്നിട്ടുണ്ട്, അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു അക്വേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടി. എങ്ങനെയാണ് ഇവനെ വീണ്ടും വന്നാൽ നേരിടേണ്ടത് എന്നുള്ള ഒരു പ്രതിരോധ ശേഷി കിട്ടി. പിന്നെയും അവൻ വരികയാണെങ്കിൽ അവനെ തടയാനുള്ളത് ശരീരത്തിന് എടുക്കാൻ വേണ്ടി അറിയും. ഓക്കെ, അത്രയേ ഉള്ളൂ. രോഗകാരികൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന പ്രത്യേക രീതിയിലുള്ള പ്രതിരോധ ശേഷിയാണ് ആർജിത പ്രതിരോധ ശേഷി. രോഗകാരികളുടെ പ്രവർത്തനത്തെ ഓർമ്മിച്ചു വെക്കാനുള്ള കഴിവാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു രോഗകാരി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റുമുട്ടലുകൾ നടത്തുമ്പോൾ ആദ്യമായി ഉളവാകുന്ന പ്രതികരണമാണ് പ്രാഥമിക പ്രതികരണം, പ്രൈമറി റെസ്പോൺസ്. ഇതിന് തീവ്രത കുറവാണ്. പ്രൈമറി റെസ്പോൺസിന് തീവ്രത കുറവാണ്. അതേ രോഗകാരികളുമായുള്ള തുടർന്നുള്ള ഏറ്റുമുട്ടൽ വളരെ ശക്തമായ ദ്വിതീയ പ്രതികരണം ഉളവാക്കുന്നു. ആദ്യം വന്നപ്പം തല്ലാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് വരുമ്പോൾ എന്തായാലും ഒരു തല്ല് കൊടുത്തേ വിടുള്ളൂ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമ്മുടെ ശരീരത്തിന് രോഗകാരിയുമായുള്ള മുൻ ഏറ്റുമുട്ടൽ ഓർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന വസ്തുതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ പഴയ ആളെ ഓർമ്മിച്ച് വെക്കണമല്ലോ, അത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് മുൻ ഏറ്റുമുട്ടൽ ഓർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന വസ്തുതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒന്നും മറക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പറഞ്ഞത് ഓർമ്മിച്ച് വെക്കുന്നത് പറഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രത്യേക തരം ശ്വേതരക്താണുക്കളായ ബി ലിംഫോസൈറ്റുകളുടെയും ടി ലിംഫോസൈറ്റുകളുടെയും സഹായത്താലാണ് പ്രാഥമികവും ദ്വിതീയവുമായ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ ഉളവാക്കുന്നത്. ഓക്കെ, ബി ലിംഫോസൈറ്റുകളുടെയും ടി ലിംഫോസൈറ്റുകളുടെയും സഹായത്താലാണ് പ്രാഥമികവും ദ്വിതീയവുമായ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ ഉളവാകുന്നത്.
നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച രോഗകാരികളോട് ഏറ്റുമുട്ടാനായി ബി ലിംഫോസൈറ്റുകൾ മാംസ്യങ്ങളുടെ ഒരു നിര തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ബി ലിംഫോസൈറ്റുകൾ മാംസ്യങ്ങളുടെ ഒരു നിര തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മാംസ്യങ്ങളെ പ്രതിദ്രവ്യങ്ങൾ, ആൻറ്റിബോഡീസ്, ഓക്കെ അത്രയേ ഉള്ളൂ, ആൻറ്റിബോഡീസ് അതിൻ്റെ പേരാണ് മലയാളീകരിച്ച് പ്രതിദ്രവ്യങ്ങൾ എന്ന് തന്നിരിക്കുന്നത്. ബി ലിംഫോസൈറ്റുകൾ മാംസ്യങ്ങളുടെ ഒരു നിര തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മാംസ്യങ്ങളെ പ്രതിദ്രവ്യങ്ങൾ, ആൻറ്റിബോഡീസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ടി ലിംഫോസൈറ്റ്, ടി കോശങ്ങൾ സ്വയം ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവ ബി കോശങ്ങളെ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഓരോ ആൻറ്റിബോഡി തന്മാത്രയിലും 4 പെപ്റ്റൈഡ് തന്മാത്രകളുണ്ട്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കണം, ഓരോ ആൻറ്റിബോഡി തന്മാത്രയിലും 4 പെപ്റ്റൈഡ് തന്മാത്രകളുണ്ട്. ഭാരം കുറഞ്ഞ 2 ചെറിയ പെപ്റ്റൈഡ് തന്മാത്രകളും ഭാരം കൂടിയ 2 നീളമുള്ള പെപ്റ്റൈഡ് തന്മാത്രകളും, ഹെവി ചെയിൻസും ലൈറ്റ് ചെയിൻസും ഉണ്ട്. 2 എണ്ണം ലൈറ്റ് ചെയിൻസും 2 എണ്ണം ഹെവി ചെയിൻസും ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളതിനെ H2L2 ഹെവി, 2 ഹെവിയും 2 ലൈറ്റ് ചെയിൻസും അല്ലേ, അപ്പോൾ H2L2 എന്ന് പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നു. അവയിൽ ചിലതാണ് ഇത്: IgA, IgM, IgE, IgG, IgD. AMEGD എന്ന് ഓർക്കാം കേട്ടോ, AMEGD. ഓക്കെ, AMEGD, AMEGD എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാം. ആ ഒരു ആൻറ്റിബോഡിയുടെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ആൻറ്റിബോഡികൾ രക്തത്തിൽ കാണപ്പെടുന്നതിനാൽ ഇവ ഉളവാക്കുന്ന പ്രതികരണത്തെ ദ്രവ പ്രതിരക്ഷാ പ്രതികരണം, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. മനുഷ്യരിൽ കാണുന്ന 2 തരം ആർജിത പ്രതിരോധ ശേഷികളിൽ ഒന്നാണ് ഈ ആൻറ്റിബോഡി മുഖേന ഉളവാകുന്ന പ്രതിരോധശേഷി. രണ്ടാമത്തെ ആർജിത പ്രതിരോധശേഷിയെ കോശ മധ്യമവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് ഇത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, രണ്ടാമത്തേത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം. കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ചോദ്യം വരുന്ന ഏരിയ ഇവിടെ ഉണ്ട്, എങ്കിലും ഒന്ന് പറഞ്ഞു പോകുമ്പോൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, കോശ മധ്യമവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ടി ലിംഫോസൈറ്റുകളാണ് ഇത് ഉളവാക്കുന്നത്. നമ്മുടെ ഹൃദയം, കണ്ണ്, കരൾ, വൃക്ക എന്നീ അവയവങ്ങൾക്ക് അവയുടെ ധർമ്മം തൃപ്തികരമായി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും ആ രോഗിക്ക് സാധാരണ ജീവിതം നയിക്കാനുള്ള ഏക പ്രതിവിധി അവയവം മാറ്റിവെക്കൽ മാത്രമാണ്. എന്താണ് സംഭവം? ടി ലിംഫോസൈറ്റുകളാണ് ഈ ഒരു കോശമധ്യവർത്തി പ്രതിരക്ഷ, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉളവാക്കുന്നത്. നമ്മുടെ ഹൃദയം, കണ്ണ്, കരൾ, വൃക്ക എന്നീ അവയവങ്ങൾക്ക് അവയുടെ ധർമ്മം തൃപ്തികരമായി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും ആ രോഗിക്ക് സാധാരണ ജീവിതം നയിക്കാനുള്ള ഏക പ്രതിവിധി അവയവം മാറ്റിവെക്കൽ മാത്രമാണ്. ഇങ്ങനെ മാറ്റിവെക്കുന്ന അവയവങ്ങൾ ഗ്രാഫ്റ്റുകൾ എന്നറിയപ്പെടുന്നു. ഗ്രാഫ്റ്റുകൾ കേട്ടോ, ഗ്രാഫ്റ്റുകൾ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് കലകളുടെ പൊരുത്തം, രക്തഗ്രൂപ്പുകളുടെ പൊരുത്തം എന്നിവ ആവശ്യമാണ്. ട്രാൻസ്പ്ലാന്റേഷന് ശേഷം സ്വീകർത്താവ് തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രതിരോധ വിമർദ്ദകങ്ങൾ, ഇമ്മ്യൂണോ സപ്രസൻസ് ഉപയോഗിക്കേണ്ടി വരുന്നു. കാരണം തൻ്റേതല്ലാത്തതോ ആയ അവയവങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. കോശമധ്യമവർത്തിയായ പ്രതിരക്ഷാ പ്രവർത്തനമാണ് ഈ രീതിയിലുള്ള ഗ്രാഫ്റ്റ് തിരസ്കരണത്തിന് കാരണം എന്നതിനാൽ ഏതെങ്കിലും ഒരു ഉറവിടത്തിൽ നിന്ന്, മറ്റൊരു ജന്തുവിൽ നിന്നോ പ്രൈമേറ്റിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഗ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതായത് മാച്ച് ചെയ്യുന്ന ഗ്രാഫ്റ്റ് മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ ബോഡി തിരസ്കരിക്കുന്നത് ഏതെങ്കിലും ഒരു ജന്തുവിൽ നിന്നോ പ്രൈമേറ്റിൽ നിന്നോ ഒന്നും, ഇപ്പം കണ്ണായാലും വൃക്കയായാലും ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ബോഡിയിൽ ഈ ഒരു പ്രതിരക്ഷാ പ്രവർത്തനമുണ്ട്, കോശമധ്യമവർത്തിയായ പ്രതിരക്ഷാ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഉറവിടത്തിൽ നിന്ന് മറ്റൊരു ജന്തുവിൽ നിന്നോ പ്രൈമേറ്റിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഗ്രാഫ്റ്റ് എടുക്കാൻ കഴിയാത്തത്. ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു കോളം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഗ്ലോബുലിനുകൾ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. IgA, IgD, IgE, IgG, IgM. അതിലേറ്റവും വലുത് IgM ആണ് കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബിനിൽ വലുത് IgM ആണ്. IgM ആണ് ഏറ്റവും വലുത്.
രോഗാണുബാധയുണ്ടായ ഭാഗത്ത് ആദ്യമെത്തി ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. ഏതാണ്? IgM ആണ്. രോഗാണുബാധയുണ്ടായ ഭാഗത്ത് ആദ്യമെത്തി ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് IgM ആണ്. ഇമ്മ്യൂണോഗ്ലോബിനിൽ ഏറ്റവും വലുത് ഏതാണ്? IgM ആണ്. ഇനി IgA എന്താണ്? IgA രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഈ ആൻറ്റിബോഡികൾ കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡികളാണ് IgA. കൊളസ്ട്രം അമ്മയിൽ നിന്നല്ലേ, നമുക്ക് മുലപ്പാലിൽ നിന്നല്ലേ കൊളസ്ട്രം കിട്ടുന്നത്. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്നത് A for അമ്മ എന്ന് ഓർത്തിരിക്കുക. IgA രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഈ ആൻറ്റിബോഡികൾ കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്നു. IgD അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഈ ആൻറ്റിബോഡികൾ ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നു. IgD ആണ്. IgD അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ ആൻറ്റിബോഡികൾ ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നു. ഇനി IgE അതും അലർജിയാണ്. അലർജി ഓക്കെ. മറ്റു കോശങ്ങളെയും ബേസോഫിലുകളെയും ഉത്തേജിപ്പിച്ച് ഹിസ്റ്റാമിനുകളെയും അതുപോലെയുള്ള വസ്തുക്കളെയും സ്വതന്ത്രമാക്കി അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഈ ആൻറ്റിബോഡികൾ ശ്ലേഷ്മസ്തരത്തിലും ത്വക്ക്, ശ്വാസകോശങ്ങൾ എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. IgD ആണെങ്കിൽ എവിടെയാണ് കാണപ്പെടുന്നത്? അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് കാണപ്പെടുന്നത് ബി ലിംഫോസൈറ്റിലാണ്. IgE കാണപ്പെടുന്നത് ശ്ലേഷ്മസ്തരത്തിലും ത്വക്ക്, ശ്വാസകോശങ്ങൾ എന്നിവിടങ്ങളിലുമാണ് കാണപ്പെടുന്നത്. അലർജിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇനി IgG മാതാവിൽ നിന്ന് പ്ലാസെൻറ്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നതാണ് IgG. നമുക്ക് ജനിച്ച ഉടനെ കിട്ടുന്നതാണെന്ന് ഓർത്താൽ മതി. ജനിക്കുക. മാതാവിൽ നിന്ന് പ്ലാസെൻറ്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നതാണ് IgG. ഇത് മൊത്തത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബിനിൽ ഏകദേശം 75% വരും. അപ്പോൾ കൊളസ്ട്രത്തിലുള്ളത് IgA ആണ്. അലർജിയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് IgDയും IgEയും ആണ്. IgG മാതാവിൽ നിന്ന് പ്ലാസെൻറ്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് IgG ആണ്. ഏറ്റവും വലുത് IgM ആണ്. ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. ഓക്കെ, അത്രയാണുള്ളത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.